ഹലോ, കുറച്ച് പേരൊക്കെ എൻ്റെ ഇൻസ്റ്റയിലെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് വന്നവരായിരിക്കും, അതായത് റീൽസ് കണ്ടു വന്നവരായിരിക്കും. കുറച്ച് പേരൊക്കെ നേരിട്ട് വന്നവരുണ്ടായിരിക്കും. കുറച്ച് പേരൊക്കെ വഴിയെ പോയപ്പോൾ ഈ ഒരു വീഡിയോ കിടക്കുന്നു എന്നൊന്ന് കയറി കണ്ടേക്കാം എന്ന് വിചാരിച്ച് വന്നവരുണ്ടായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഹായ്. എൻ്റെ പേര് ആര്യ. ഞാനൊരു ബ്യൂട്ടി ഫാഷൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. സോ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനൊരു കാര്യം പറയുണ്ടായി. അതായത് ഈ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള സ്കിൻ കെയറും ഹെയർ കെയറും പ്രോഡക്റ്റ്സ് ഒക്കെ വരുമ്പോൾ അത് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു സ്ട്രെസ്സ് പോലെയാണ്. എന്നാൽ അതിനുള്ള പൈസ ചില സമയത്ത് തികയും ഉണ്ടാവില്ല. അതിനനുസരിച്ചിട്ടുള്ള സാലറി അല്ല എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തോ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്ത പോലത്തെ ഒരു ഫീല്, അല്ലെങ്കിൽ ഞാനൊട്ടും അപ്ഡേറ്റഡ് അല്ലാത്ത പോലത്തെ ഒരു ഫീല്. ലൈക്ക് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അത്യാവശ്യം നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് എപ്പോഴും കാണുമ്പോൾ എന്തൊക്കെയോ ഒരു വിഷമം. അപ്പോൾ ഞാൻ എന്തോ അതിൽ ഞാനും ഒരു പങ്കാണ് എന്നെനിക്കൊരു ഫീല് വന്നു. കാരണം ആസ് എ ബ്യൂട്ടി വ്ളോഗർ ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രോഡക്ട്സിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. നൗ എ ഡേയ്സ് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോസൊക്കെ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോ എങ്കിൽ പോലും ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് അതെന്തുമാത്രം സ്ട്രെസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയി വരുമ്പോൾ നമുക്കതിന് പൈസ ചിലവാക്കാൻ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം അതിൽ സ്ട്രെസ്ഡ് ആവും എന്നുള്ളതിൽ ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. സോ ഇന്ന് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു. സോ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്, ഒരു ശരാശരി ഒരാൾ ജോബിന് കയറുമ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കൊരു ഫ്രഷർ സാലറി 15K 15,000 രൂപയായിരിക്കും കിട്ടുന്നത്. സോ ആ 15,000 രൂപയുള്ള ഒരു വ്യക്തിക്ക് അവരുടെ നീഡ്സ്, വോൺസ്, അതുപോലെ തന്നെ സേവിങ്സ്, ഇങ്ങനെ 3 കാറ്റഗറിയിലായിട്ടായിരിക്കും ആ സാലറി പോകുന്നത്. അപ്പോൾ അതിലെ വോൺസിലാണ് സ്കിൻ കെയർ, ഹെയർ കെയർ, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്, ആ ഒരു സെക്ഷൻസൊക്കെ വരുന്നത്. സോ നമുക്ക് ആ വോൺസിൽ എത്രത്തോളം ഈ 15,000 രൂപ സാലറി വാങ്ങിക്കുന്ന ആൾക്ക് ചിലവാക്കാം, ആ വോൺസിലെ പൈസക്കകത്ത് നിന്ന് എത്ര പൈസ എടുത്തിട്ട് വേണം ഓരോ പ്രൊഡക്റ്റും വാങ്ങിക്കാൻ, ലൈക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് വാങ്ങിക്കാം ഓരോ മാസവും, അതിനെപ്പറ്റി ഗൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിനേക്കാളും മുന്നേ ആയിട്ട് ഞാനത് കുറച്ച് പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ് സൈഡിൽ കാണിക്കും. സോ അത് തന്നെ നിങ്ങൾ വാങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതേ പ്രൈസ് റേഞ്ചിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കിയിലും പർപ്പിളിലും ഒക്കെ ഉണ്ടായിരിക്കും. എന്തായാലും റിവ്യൂ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. നോൺ സ്പോൺസേർഡ് ആയിട്ടുള്ള വീഡിയോസ് നോക്കണം. സ്പോൺസേർഡ് ആയിട്ടുള്ള വീഡിയോസിൽ പൊതുവേ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 15,000 രൂപ സാലറിയുള്ള ഒരു വ്യക്തി, അവർക്ക് നമുക്കൊരു റൂള് കൊടുക്കാം. അതായത് 50-30-20. മനസ്സിലായല്ലോ? 50-30-20. അതിൽ 50% നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് വരുന്നത്. നമ്മുടെ റെൻറ്റ്, അതുപോലെ തന്നെ ഗ്രോസറീസ്, നമ്മുടെ ഫുഡ് ഐറ്റംസ് വാങ്ങിക്കുന്ന പൈസ, അതൊക്കെയാണ് എസെൻഷ്യൽസിൽ പോകുന്നത്. ഇനി 30, ഈ 30ലാണ് നമ്മുടെ വോൺസ് വരുന്നത്. പിന്നെ 20 സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അത് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത്. 15,000 രൂപ സാലറി ഉള്ളൂ എന്ന് വെച്ചിട്ട് സേവ് ചെയ്യാതിരിക്കരുത് കേട്ടോ. ഇപ്പോഴേ നിങ്ങൾ സേവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 30ലേക്ക് പോകാം. ഈ 30%ലാണ് നമ്മുടെ വോൺസ് വരുന്നത്. ഈ വോൺസിൻ്റെ അണ്ടറിലാണ് എന്തൊക്കെ വരുന്നത്? നമ്മുടെ ഈ ഒരു സ്കിൻ കെയറും ഹെയർ കെയറും നമ്മുടെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ. സോ 15,000ൻ്റെ 30% എന്ന് പറയുമ്പോൾ എത്രയാണ്? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. മാത്സിൽ പാടാണോ? ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4,000, ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, 4,500 രൂപ 15,000ൻ്റെ 30% ആണ്. 4,500 റുപ്പീസ്. ഇതിൽ ഈ 4,500 റുപ്പീസിന് നമ്മൾ ഒരു മാസത്തേക്ക് സ്കിൻ കെയർ വാങ്ങണ്ട. സ്കിൻ കെയർ മാത്രമല്ല, ഹെയർ കെയറും വാങ്ങണ്ട. അതായത് ഈ 4,500 എന്ന് പറയുന്നത് സ്കിൻ കെയറും ഹെയർ കെയറിന് മാത്രമുള്ളതല്ല. നമ്മുടെ ഡ്രസ്സ് വാങ്ങിക്കാനും, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കാനും, അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ ഔട്ടിങ്ങിന് പോകാനോ ഒക്കെ ആ ഒരു പൈസ അതിനകത്ത് വരുന്നുണ്ട്. സോ അത് നമ്മൾ അതിനും മാറ്റി വയ്ക്കണമല്ലോ. സോ നമുക്ക് ഈ 4,500 നിന്ന് ഒരു മാസത്തേക്ക് ഒരു 1,000 രൂപ എടുത്താലോ? കുഴപ്പമില്ലല്ലോ, തിരക്കിടില്ലല്ലോ. സോ നമുക്ക് അതിന് 1,000 രൂപ എടുക്കാം. 1ാമത്തെ മാസം നമുക്ക് ഒരു ഫേസ് വാഷും ഒരു സൺസ്ക്രീനും വാങ്ങിക്കാം. അത് നിങ്ങൾ അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ നല്ല ഫേസ് വാഷും നല്ല സൺസ്ക്രീനും വാങ്ങിക്കണം. കാരണം നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ക്യാൻവാസ് ആയാൽ മാത്രമേ നമ്മൾ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഫേസിലേക്ക് ഇടുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ ഫേസ് ഒരു ക്യാൻവാസ് പോലെയാണ്.
നമ്മുടെ ഫേസ് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം. ഡേർട്ടോ ഓയിലോ ഒന്നും പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് ജോലിക്കൊക്കെ പോയിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ആ ഫേസ് വാഷ് കൊണ്ട് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. അല്ലാതെ വെറും സോപ്പ് മാത്രമാവരുത് അതിനകത്ത്. നമ്മുടെ സ്കിന്നിൽ കുറച്ച് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഫേസ് വാഷിലൂടെ തന്നെ വേണം. സോ നല്ലൊരു ഫേസ് വാഷ് വേണം നിങ്ങൾ ആ ഫസ്റ്റ് മന്ത് പർച്ചേസ് ചെയ്യാൻ. ഈ രണ്ടാമത്തെ കാര്യം സൺസ്ക്രീൻ ആണ്. എപ്പോഴും നിങ്ങൾ പുറത്ത് അത്യാവശ്യം വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെയാണ് നിങ്ങളൊരു ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്, 2 വീലറിൽ പോകുന്ന ആൾക്കാരാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 50+ എബോവ് സൺസ്ക്രീൻ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യത്തിൽ നിങ്ങൾ പിശുക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ അത്യാവശ്യം ഇൻഡോർ ആയിട്ട് ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സൺസ്ക്രീൻ മിസ്സാക്കരുത്. പക്ഷെ നിങ്ങളൊരു SPF 30, 40, 45 ആ റേഞ്ചിലൊക്കെ വാങ്ങിയാലും തെറ്റില്ല. പ്രോഡക്ട്സ് റെക്കമെൻഡേഷൻസ് ഒക്കെ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രൈസ് റേഞ്ചിന് അടുത്ത് വരുന്നത്. അടുത്ത മാസം നല്ലൊരു ഫേസ് വാഷ് വാങ്ങിച്ചു, നല്ലൊരു സൺസ്ക്രീൻ വാങ്ങിച്ചു. ഇനി നിങ്ങൾക്കൊരു വൈറ്റമിൻ സി കൂടി വാങ്ങിക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ട്. കാരണം 1000 റുപ്പീസാണ് നമ്മൾ പെർ മന്ത് ബഡ്ജറ്റ് എടുത്തേക്കുന്നത് സ്കിൻ കെയറിൽ വേണ്ടിയിട്ടാണ്. സോ വൈറ്റമിൻ സി കൂടി വാങ്ങിക്കാം. ഈ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ സിറമായിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ വൈറ്റമിൻ സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മന്ത് അതിൽ സേവ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വൈറ്റമിൻ സി സിറമായിട്ട് വാങ്ങിച്ചിട്ട് ഒരു മോയ്സ്ചറൈസർ കൂടി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. സോ നമ്മുടെ സ്കിൻ കെയർ ഒന്നാമത്തെ മാസം കഴിഞ്ഞു, ഇതോടെ തീർന്നു. ഇനി ഈ സംഭവം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വരും പോകും, അത് നോക്കണ്ട. കാരണം നിങ്ങളിപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോയില്ലേ, ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേറെ കാര്യങ്ങൾ ട്രെൻഡിങ്ങിലൊന്നും പോകണ്ട, അത് ആവശ്യാനുസരണം മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. സോ നമുക്കിനി രണ്ടാമത്തെ മാസത്തിലേക്ക് പോകാം. രണ്ടാമത്തെ മാസം 15,000 രൂപ നിങ്ങൾക്ക് സാലറി ക്രെഡിറ്റ് ആയി എന്ന് വിചാരിക്കൂ. ലീവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാലറി കട്ടാവും, അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം നമുക്ക് ഹെയർ കെയറിലേക്ക് പോവാം. ഹെയർ കെയറിൽ നമ്മൾ നല്ലൊരു ഷാമ്പൂ കണ്ടീഷണർ വാങ്ങിക്കണം. നമ്മുടെ ഹെയർ ടൈപ്പിന് പറ്റിയിട്ടുള്ളത് വാങ്ങണം കേട്ടോ. അപ്പം എൻ്റെ ഹെയർ എന്ന് പറയുമ്പം ഞാൻ സ്ട്രെയിറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണ്, അതൊക്കെ വെട്ടി ഞാനിപ്പോൾ ഇപ്പം എൻ്റെ പഴയ ഹെയറിലേക്ക് മാറി ഫുള്ള് കേളി ഹെയർ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇത് എൻ്റെ ഒറിജിനൽ ഹെയർ ആണ്. എൻ്റെ ഒറിജിനൽ ഹെയറിൻ്റെ പ്രത്യേകത ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ്, സ്കാൽപ്പ് കുറച്ച് ഓയിലിയാണ്. സോ ഓയിലി സ്കാൽപ്പും ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ളവർ കുറച്ചുകൂടി ക്ലാരിഫയിങ് ആയിട്ടുള്ള നല്ല ഷാമ്പു വേണം യൂസ് ചെയ്യാൻ. അധികം പതയാത്ത ടൈപ്പ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് അത്ര ഫ്രഷ്നെസ് ഉണ്ടാകത്തില്ല. സോ കണ്ടീഷണറാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഒരു ലിവിങ് കണ്ടീഷണർ കൊണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നല്ലതായിരിക്കും. സോ നിങ്ങളത് ആഡ് ചെയ്യാൻ നോക്കുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ സൈഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സ്കാൽപ്പ് കുറച്ച് ഡ്രൈ ആണ്, അതുപോലെ നമ്മുടെ സ്കാൽപ്പും ഡ്രൈ ആണ്, മുടിയും ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഷാമ്പു ഇപ്പോൾ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇനി ഓയിലി സ്കാൽപ്പാണ്, ഹെയറും ഓയിലിയാണ്. അത് മിക്കവരുടെയും സ്ട്രെയിറ്റഡ് ഹെയർ അല്ല എന്ന് വെച്ചാൽ നാച്ചുറലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കായിരിക്കും അത്തരത്തിലുള്ളൊരു പ്രശ്നം വരുന്നത്. സോ അവർക്കും പറ്റിയിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണർ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ഹെയർ ഓയിൽ വാങ്ങിക്കാനുള്ളൊരു ബഡ്ജറ്റ് ഞാൻ അത് പറയുന്നില്ല. കാരണം ഈ ഹെയർ ഓയിൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് DIY ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അതിന് ഒരുപാട് പൈസ ചിലവാക്കണം എന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ബഡ്ജറ്റിൽ ഞാൻ പറയത്തില്ല. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓയിൽ വാങ്ങിക്കാൻ നിങ്ങൾ റെഡിയാണ്, നിങ്ങൾ അതിൻ്റെ ബഡ്ജറ്റ് വേറെ എക്സ്ട്രാ ഇടാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഓയിൽ പർച്ചേസ് ചെയ്യാം. അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രെൻഡിങ് ആയിട്ടുള്ള റോസ്മേരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കൺസേൺ അനുസരിച്ച്, ഇപ്പോൾ നിങ്ങളുടെ കൺസേൺ ഡാൻഡ്രഫ് ആണോ, നിങ്ങളുടെ കൺസേൺ ഹെയർ ഫോൾ ആണോ, ഏതാണോ കൺസേൺ അതിനെ പറ്റിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താലേ നമുക്ക് പ്രയോജനമുള്ളൂ. സോ അതിനെ പറ്റിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രൊഡക്ട്സ് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ. ട്രെൻഡിങ്ങിനെ പുറകെ പോകരുത്, നിങ്ങൾക്ക് വേണ്ടത് മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു മാസം കൂടിയുണ്ട്. ആ മാസം നിങ്ങൾക്ക് പൈസ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബോഡി ലോഷൻ വാങ്ങാം, SPF ഉള്ള ബോഡി ലോഷൻ വാങ്ങിക്കാം. നമ്മുടെ സ്കിന്നും നമ്മുടെ ഫേസും അതുപോലെ തന്നെ നമ്മുടെ ഹെയറും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കൈയും കാലും. അപ്പോൾ അത് നമ്മൾ SPF ഉള്ള ബോഡി ലോഷൻ തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ അധികം സൺ എക്സ്പോഷർ കാരണം ഉണ്ടാകുന്ന ടാനിങ് ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ കാലെപ്പോഴും കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും മെജോറിറ്റി ഓഫ് ആൾക്കാരുടെയും. അത് ഒരു ക്രാക്ഡ് ആയിട്ടുള്ള ഹീൽസ് അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും കാലിരിക്കുന്നത്. സോ അതിന് പറ്റിയിട്ടുള്ള സോക്സ് ഉണ്ട്, നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ആ സോക്സ് ഇട്ടിട്ട് നമുക്ക് ഇരിക്കാം. സോ ആ സോക്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കും. ഒരു രാത്രി ഫുൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. സോ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ ബഡ്ജറ്റിൽ എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഇനി അതല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ കൺസേൺ ഉണ്ട്. എക്സാമ്പിൾ, നിങ്ങളുടെ ഓയിലി സ്കിന്നാണ്, അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നല്ല പിമ്പിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ
നിങ്ങൾ ആ പിമ്പിൾസ് വരുന്ന തുടക്കമുള്ളൊരു സമയമാണ്, അതായത് പിമ്പിൾസ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ കൂടാതെ ഒരു സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് നിങ്ങളുടെ പിമ്പിൾസൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ മാത്രം. നിങ്ങളുടെ പിമ്പിൾസ് നല്ല വേഴ്സൺ ആണെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് നിൽക്കില്ല. നിങ്ങൾ നേരെ എന്ത് ചെയ്യണം, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കണം. പിന്നെ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നൊന്ന് നോർമലായി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഇതുപോലെ അങ്ങോട്ട് ഫോളോ ചെയ്യണം. അപ്പം ഇനി പിമ്പിൾസ് വരാനുള്ള വഴി നമ്മളവിടെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ നിങ്ങളുടെ എക്സ്ട്രാ കൺസേൺ ചിലപ്പോൾ ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോജിക് ആസിഡ് സിറം വാങ്ങിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്ട്രാ കൺസേൺ എന്ന് പറയുന്നത് ഈ പിമ്പിൾ മാർക്സ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ സി ഓൾറെഡി വാങ്ങിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വൈറ്റമിൻ സിയും നയാസിനമൈഡും കൂടി യൂസ് ചെയ്യുവാണെങ്കിൽ ആ പിമ്പിൾ മാർക്സ് കുറച്ച് കുറയും. നമ്മുടെ എക്സ്ട്രാ കൺസേൺ എന്താണോ അതിൻ്റെ മാത്രം പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. എല്ലാം കൂടി ഒന്നും നമുക്ക് വാരി വലിച്ച് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പ്രൊഡക്ട്സ് ലെയർ ചെയ്യുന്നതിൽ കാര്യമുണ്ട്. നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ബെറ്റർ ആവും. അതായത് നമ്മളിപ്പം വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നു, അതിൻ്റെ പുറത്ത് നയാസിനമൈഡ് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നു, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ലെയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ബെറ്റർ ആവും. പക്ഷേ അത് അത്യാവശ്യമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഒരുപാട് ഫാൻസി സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഞാൻ ഉൾപ്പെടെ എല്ലാവരും ബ്യൂട്ടി വ്ളോഗേഴ്സ് ഓരോ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിങ്ങൾക്ക് വേണ്ടുന്നത് മാത്രം നിങ്ങൾ എടുക്കുക, വേണ്ടാത്തത് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ആ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും സ്ട്രെസ്ഡ് ആവരുത്. ആഫ്റ്റർ ഓൾ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ്. അതായത് ഒരാളുടെ സ്കിൻ ടൈപ്പും ഒരാളുടെ സ്കിൻ കളറും അല്ലെങ്കിൽ ഷെയ്ഡ് അതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർ ഡസ്കി സ്കിൻ ടോൺ ആയിരിക്കും, ചിലർ ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ആയിരിക്കും. ആർക്കും പ്രത്യേകിച്ച് പ്രയോറിറ്റി കൊടുക്കേണ്ട. ഈവൻ ഡസ്കി സ്കിൻ ടോൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു പ്രയോറിറ്റി കൊടുത്ത് നിർത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരാൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു വിവേചനം വരുന്നത്. അപ്പം 2 പേർക്കും, അതായത് ഡസ്കി അതുപോലെ തന്നെ മീഡിയം സ്കിൻ ടോൺ 3 പേർ, അതിന് പല 3 പറയാൻ പറ്റില്ല, പല ഷെയ്ഡ്സ് ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർ, പിമ്പിൾ മാർക്സ് ഉള്ളവർ. സോ അതൊക്കെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നോർമലൈസ് ചെയ്ത് അങ്ങനെ നിൽക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങൾക്കൊരു സ്പെഷ്യലായിട്ടുള്ള കൺസേൺ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ടൈം മാറ്റി വയ്ക്കുക. നിങ്ങൾ അധ്വാനിക്കുന്ന പൈസയിൽ നിന്നൊരു ഭാഗം മാറ്റി വയ്ക്കുക. അതിലൊന്നും ഒരു തെറ്റുമില്ല. ഞങ്ങൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. ഞങ്ങൾക്കൊരു സോപ്പും വെള്ളവും മാത്രം മതി, ഞങ്ങൾ വേറൊന്നും ചെയ്യത്തില്ല, ഇതുപോലത്തെ റൂട്ടീനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത് ഒരു മണ്ടത്തരമാണ് ആക്ച്വലി. കാരണം അങ്ങനെ ചിന്തിക്കുന്ന നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നല്ലൊരു സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം വരുമ്പോൾ നിങ്ങളിപ്പോൾ ഈ ബേസിക് സ്കിൻ കെയർ റൂട്ടീനിൽ ചിലവാക്കുന്നതിനേക്കാളും ഇരട്ടി പൈസ നിങ്ങൾ ചിലപ്പോൾ ചിലവാക്കേണ്ടി വരുമായിരിക്കും അതിന് ട്രീറ്റ്മെൻറ്റിനും മരുന്നിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യം നോക്കുന്ന പോലെ തന്നെ നമ്മുടെ ഓരോ അസുഖങ്ങളൊക്കെ വരത്തില്ലേ, അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം തന്നെയല്ലേ നമ്മുടെ സ്കിന്നിൽ ഒരു അസുഖം വരുന്നത്. സോ അതങ്ങനെ വേണം ചിന്തിക്കാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ സ്കിൻ കെയർ, ഹെയർ കെയർ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ ഒരുപാട് പേര് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ പുറകെ പോകുന്നത് കൊണ്ടും എപ്പോഴും ഓരോ പ്രൊഡക്ട്സ് ഓരോരുത്തർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓരോന്ന് വാരി വാങ്ങുന്നവർക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ വാങ്ങണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവർക്കും വേണ്ടിയിട്ട് ഒരു ഗൈഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. സോ അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ബൈ.